ഇതാണ് ഞങ്ങളുടെ ക്ലാസ് റൂം. ഇപ്പം ഞാൻ നൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. അവിടെ ലൈറ്റൊന്നും ഓണല്ല. ഓക്കെ, അതിങ്ങനെ ആ പ്രൊജക്ടറിൽ വെച്ചിട്ട് ആണ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാറ്. പിന്നെ ഞങ്ങളൊരു 30 സ്റ്റുഡൻസ് ഉണ്ട്. കെനിയ, ഫിലിപ്പീൻസ്, വിയറ്റ്നാം അവിടെ നിന്നൊക്കെ വന്നവരുണ്ട്. ഓക്കെ, പിന്നെ ഈ ക്ലാസ് മുറിയുടെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയൊരു 5 മിനിറ്റൊക്കെ പൗസ് ഉണ്ടാവും, ഇൻ്റർവെൽ ഉണ്ടാവും. അന്നേരം നമ്മളിങ്ങനെ ഒരു ഹാർമോണിയം, അങ്ങനെയല്ല എൻ്റെ പേര്, ഹാർമോണിയം ഉണ്ട്. അത് ഞങ്ങളിടയ്ക്ക് വായിക്കലുണ്ട് ചുമ്മാ. പിന്നെ ഇവിടെ ഇങ്ങനെ സെറ്റപ്പാണുള്ളത്. ഓക്കെ, പിന്നെ എൻ്റെ പുറത്തേക്ക് വന്നാൽ ഇവിടെ ഇങ്ങനെ നമുക്ക് പഠിക്കാൻ നേരത്തെ വന്ന സ്റ്റുഡൻസൊക്കെ ഓരോ ചാർട്ട് പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഒക്കെ പഠിക്കാനുള്ളതാണ്. ഓക്കെ, പിന്നെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കുള്ള എൻട്രൻസ്. ഇത് മേളത്തെ ഫ്ലോറിലേക്ക്, ഇത് 3 ഫ്ലോറാണുള്ളത് കേട്ടോ. ഏറ്റവും താഴത്തെ ഫ്ലോറാണിത്. ഫയർ ആൻഡ് എക്സ്റ്റിങ്ക്വിഷർ, ഇതിൻ്റെ പ്രവർത്തനമൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം പഠിച്ചത്. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ സ്ഥലത്തേക്കുള്ള ഹോസ്പിറ്റലുകളിലേക്കുള്ള നേഴ്സുമാരെ ഇവർ റിക്രൂട്ട് ചെയ്ത് ഇവിടുത്തെ എന്താ പറയുക, ഇവിടെ ട്രെയിനിങ് തന്നിട്ട് അതാത് ഹോസ്പിറ്റലിലേക്ക് വിടും. പിന്നെ ഇടയ്ക്ക് ഇവിടെ ട്രെയിനിങ് തരും. പിന്നെ അങ്ങനെയൊക്കെ. ഇവിടെ ഒരു റൂമുണ്ട്. ഇവിടെ ഇങ്ങനെ TV അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയായിരുന്നു TV കാണാനൊക്കെയുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഇത് എന്താ പറയുക, ടേബിൾ ടെന്നീസോ അത് കളിക്കുന്നൊരു സ്ഥലം. അതിൽ സാധനങ്ങളൊക്കെ അവർ ഇങ്ങനെ നീറ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ തിരിച്ചു വെക്കണം. അങ്ങനെ. പിന്നെ ഇവിടെയാണെങ്കിൽ എനിക്കറിയില്ല എന്തോ ഒരു ഇൻ്റർനാഷണൽ ഗെയിമാണ്. എനിക്കറിയില്ല ഇത് എങ്ങനെ കളിക്കേണ്ടതെന്ന്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇവരെല്ലാവരും വന്ന് കളിക്കുന്നതാണ് ഇങ്ങനെ ഒരു സംഭവം. പിന്നെ ഇതുണ്ട് ബാഡ്മിൻ്റൻ്റെ ഈ സാധനം, ഇതൊക്കെ ഇവിടെയുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ വോൺബ്രേഷ് ആഷ്ട്, 8ാമത്തേലാണ് ഞങ്ങളുടെയൊക്കെ ഉള്ളത് കേട്ടോ. ഇവിടെ ഫിലിപ്പീൻസ്, വിയറ്റ്നാം അങ്ങനെയുള്ളവരൊക്കെ താമസിക്കുന്നത്. ഇവിടെ 8 റൂമുണ്ട്. ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും പേര് ഇവിടെ ഇങ്ങനെ ഓരോ റൂമിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വിയറ്റ്നാമിൽ നിന്ന് വന്ന 2 കുട്ടികളുടെ റൂമാണ്. ഇവർ ഫിലിപ്പീൻസ്. അങ്ങനെ നമുക്കിങ്ങനൊരു ഇതായിട്ടാണ് വരുന്നത്, നീളത്തിലുള്ള ഇതുപോലെ ഇങ്ങനെ ഒരു സൈഡിൽ റൂമും ഒരു സൈഡിൽ ഇങ്ങനെ ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ കോമൺ ആയിട്ട് വരുന്ന ആണ് വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്നത് ഈ റൂം. ഇവിടെ 2 വാഷിംഗ് മെഷീനും ഒരു ഡ്രയറും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ജക്കൂസി പോലത്തെ സ്ഥലമുണ്ട്. ഓക്കെ, പുറത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലത്തും റൂമിലും വരാന്തയിലൊക്കെ ഇങ്ങനെ ഒരു ഹീറ്ററുണ്ട്. എനിക്കിതിൻ്റെ ഫങ്ഷനൊന്നും അറിയില്ലായിരുന്നു. ഇവിടെയാണ് എൻ്റെ ഫങ്ഷൻ. ഇതിങ്ങനെ ഇതിപ്പോൾ ഓവർടോപ്പിലാണ് ഓണായി കിടക്കുക. ഇതാണ് കിച്ചൺ. കുറച്ച് മെസ്സായിട്ടിരിക്കുകയാണ്, കാരണം ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ കുറച്ചൊക്കെ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഓവൻ, ഇത് ഹീറ്റർ, ഇത് ഫ്രിഡ്ജായിട്ട് യൂസ് ചെയ്യാം. ഇതിപ്പോൾ 8 പേരുടെ സാധനങ്ങളാട്ടോ ഇതിനകത്ത് വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഹാള് വരുന്നത് കേട്ടോ. 8 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഷെൽഫ് പോലെ നമുക്ക് സാധനങ്ങളൊക്കെ ആക്കാം. ഇവിടെ ഒരു ഹോട്ടും കോൾഡും അങ്ങനെ 2 സെറ്റ് ചെയ്തേക്കുന്നത്. തിരിച്ചിവിടെയും ഇങ്ങനൊരു
അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു റെഫ്രിജറേറ്റർ വരുന്നത്. അല്ല ഫ്രിഡ്ജും ഇത് മറ്റേ ഫ്രീസർ ടൈപ്പാട്ടോ. ഇത് ഫുള്ള് ഫ്രീസറാണ്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ പിന്നെ വേസ്റ്റ് എല്ലാം സെപ്പറേറ്റ് നമ്മൾ ചെയ്ത് ഇടണം. ഇത് പേപ്പർ, ഇത് ഫുഡ് വേസ്റ്റ്, ഇത് റെസ്മൂവർ, അത് പ്ലാസ്റ്റിക് എല്ലാം ഉണ്ട്. ഇതൊക്കെ ഇൻഡക്ഷൻ കുക്കർ വരുന്നത്. ഇൻഡക്ഷൻ കുക്കറാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ.